നിങ്ങൾ ഖൽബ് മൂവി കണ്ടിട്ടുണ്ടോ? അതിലെ നായികയുടെ അച്ഛനെ ഓർമ്മയുണ്ടോ? അത് തന്നെയായിരുന്നു, സെയിം അതുപോലെയായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് +2 പഠിക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, +2 കഴിയുന്ന സമയത്ത് ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ നിന്നിട്ടേ ബാക്കി കാര്യങ്ങൾ പഠിക്കുള്ളൂ എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് MBBSന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ ചാൻസിൽ ട്രൈ ചെയ്തു. കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായിരുന്നു. എൻജിനീയറിങ്ങിന് എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷേ ഇവരെനിക്ക് നമുക്ക് ഓപ്ഷൻ വെക്കായിരുന്നു. വീടിനടുത്തുള്ള 2 കോളേജ് മാത്രമാണ് അച്ഛനും അമ്മയും ഓപ്ഷൻ വെച്ചത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് ദൂരെ പോകാനായിരുന്നു ആഗ്രഹം. പിന്നെ എൻജിനീയറിങ്ങിന് എനിക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ് പൊതുവേ, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസും ഇല്ല. അപ്പം ഞാൻ MBBS തന്നെ മതി എന്ന് പറഞ്ഞ് അടുത്ത വർഷം എന്നെ കോച്ചിങ്ങിന് വിടണം എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എടാ നീ വിഷമിക്കണ്ട, ഈ വർഷം നീ വെറുതെ പോയി പേരിന് ഒരു അഡ്മിഷൻ എടുത്തേക്ക് കോളേജിൽ, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, അടുത്ത വർഷം നിന്നെ ഞങ്ങൾ കോച്ചിങ്ങിന് വിടാമെന്ന് പറഞ്ഞു. ഞാനിത് വിശ്വസിച്ചിട്ട് കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തു. പക്ഷെ എൻ്റെ മനസ്സിലെന്താ, ഞാൻ കുറച്ച് നാളത്തേക്ക് വന്ന ഒരു കോളേജ്, ഞാൻ അവിടെ സ്ഥിരമല്ല, ഞാൻ അടുത്ത വർഷം അവിടെ നിന്ന് കോച്ചിങ്ങിന് പോകാൻ നിൽക്കുകയാണെന്നുള്ളതുകൊണ്ട് ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, ഇവരുടെ പ്ലാനൊക്കെ വേറെയാണ്, എന്നെ കോച്ചിങ്ങിന് വിടാനൊന്നും ഇവർക്ക് ഒരു ഉദ്ദേശമില്ല എന്ന് മനസ്സിലായി. ഞാനത് റിയലൈസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു എക്സാമിൻ്റെ അന്നായിരുന്നു അത്. ഞാൻ എക്സാം ഹാളിൽ ചെന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. എക്സാം ഹാളിൽ ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് അവസാനം എനിക്ക് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. പക്ഷെ അമ്മയ്ക്കിതറിയായിരുന്നു, അച്ഛനിതറിയില്ല. അവസാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പം അച്ഛനിത് അറിഞ്ഞ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു വടി വീട്ടിൽ ഞങ്ങളെ തല്ലാൻ വേണ്ടി അച്ഛൻ്റെ വടി സൂക്ഷിച്ചിട്ടുണ്ട്. ആ വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ അടിക്കാനൊക്കെ ഒരുങ്ങി 1-2 അടി എൻ്റെ ദേഹത്ത് കൊണ്ടു. ഞാൻ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു വന്നു. എനിക്ക് അത് കഴിഞ്ഞ് പിറ്റേ വർഷം ഇവരെൻ്റെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ സമയത്ത് ഞാൻ ഡിഗ്രി ക്വാളിഫൈഡ് അല്ല, കാരണം ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞു, പിന്നെ കേറ്ററ്റ് ക്വാളിഫൈഡായി. അത് കഴിഞ്ഞ് ഞാൻ 2 പുസ്തകം പബ്ലിഷ് ചെയ്തു. ഞാൻ ബുക്ക് എഴുതുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ലൈഫ് കോച്ചായി. ഇത് വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറയണത്, പക്ഷേ എൻ്റെ മാരേജ് കഴിഞ്ഞ ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരിക്കലും നമ്മളിനി ആര് തളർത്തിയാലും, ആര് നമ്മളെ എങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കളഞ്ഞാലും, നമ്മൾ ചെന്ന് വീണാലും നമ്മളവിടെ നിന്ന് എണീക്കും. എണീക്കാൻ ജീവിതം നമ്മളെ പഠിപ്പിക്കും. എണീക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ താനേ ഇറങ്ങി ഓടും. നമ്മൾ